മൊത്തം ഇപ്പോൾ സംവിധായകൻ സിദ്ദിഖ് ലാലിലെ ലാല് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ഇപ്പോൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ദ്രൻസ് അങ്ങനെ സിനിമാ മേഖലയിലെ മറ്റ് സാങ്കേതിക പ്രവർത്തകരടക്കമുള്ള ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ എത്തുന്നത് ഇവിടുത്തെ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെയാണ്. അതിനുശേഷം ഒരുപക്ഷെ 9 മണിക്ക് പൊതുദർശനം ഒരുക്കിയിട്ടുണ്ട്. ആ പൊതുദർശനം തൊട്ടപ്പുറത്തെ ഈ വണപ്പാട്ടിപ്പുറമിലെ ബാങ്ക് ഹാളിലാണ്. കല്ലൂരുള്ള ബാങ്ക് ഹാളിൽ ഒരുക്കിയിരിക്കുന്ന ആ പൊതുദർശനത്തിൽ കൂടുതൽ ആളുകൾ സിനിമാ മേഖലയിലെയും മറ്റുമൊക്കെയുള്ള കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം 12 മണിക്ക് അവിടുത്തെ പൊതുദർശനം അവസാനിപ്പിച്ച് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും പ്രാർത്ഥനാ ചടങ്ങുകളും കാര്യങ്ങളുമൊക്കെ മതപരമായിട്ടുള്ള ചടങ്ങുകളുമൊക്കെ ഉണ്ടാകുക. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാരം ഇവിടെ കലൂരിലെ ജുമാ മസ്ജിദിൽ ഒരുക്കിയിരിക്കുന്നത്. ഷാഫി എന്ന സംവിധായകനെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എന്നും അടയാളപ്പെടുത്തുക ചിരിക്കാനുള്ള സിനിമകൾ മലയാളിക്ക് തന്ന സംവിധായകൻ എന്ന വിശേഷണമായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അനുയോജ്യമാകുക. അദ്ദേഹം തുടക്കം മുതൽ വർക്ക് ചെയ്ത സിനിമകൾ ദിലീവാല, രാജകുമാരൻ, ആദിത്യ കൺമണി, ഇതിലൊക്കെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സിനിമകളുമൊക്കെ ഈ രാജസേനൻ്റെ സിനിമകളിലൂടെയാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് തുടക്കം വിടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള റാഫി മക്കാട്ടിലെ റാഫി, അവരുടെ ആ സിനിമകളിലും ബന്ധുവായിട്ടുള്ള സിദ്ദിഖ് ലാലിലെ സിദ്ദിഖ് അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. അവരുടെ സിനിമകളിലുമൊക്കെ കൂടെ വർക്ക് ചെയ്തു. ഒരുപക്ഷെ ഈ സിനിമകളിലെല്ലാം, ഈ രാജസേന സിനിമകളിലൊക്കെ എപ്പോഴും ചിരിപ്പടങ്ങൾ തന്നെയാണ്. ആ സിനിമകൾ കൂടുതൽ വ്യത്യസ്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഷാഫി എന്ന സംവിധായകനെ എപ്പോഴും അടയാളപ്പെടുത്തുക ചിരിയുടെ സിനിമകൾ സമ്മാനിച്ച ആ സംവിധായകൻ എന്ന ലേബലിൽ തന്നെയാണ്. ഹാസ്യത്തിനൊരു നവീന ഭാവം അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഓരോ സിനിമകളെടുത്താലും ആ ഒരു ഹാസ്യത്തിൻ്റെ മേൻപൊടിയില്ലാതെ ആ സിനിമകൾക്ക്, ഷാഫിയുടെ സിനിമകൾക്ക് ജീവനുണ്ടാകുകയില്ല. അതുതന്നെയാണ് ഷാഫി എന്ന ഹിറ്റ് മേക്കറെ എപ്പോഴും മലയാളി ചേർത്ത് വയ്ക്കുന്നത്. തമാശയ്ക്കൊപ്പം കഥയോട് ചേർന്ന് നിൽക്കുന്ന നാടകീയത, അതൊക്കെയായിരുന്നു ഷാഫിയുടെ ചിത്രങ്ങൾ. ഒരേതരം ചിത്രങ്ങളെടുത്ത് തുടർ ഹിറ്റുകൾ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എല്ലാം തന്നെ ചിരിയുടെ ചിത്രങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേഗവും താളവും ഒരേ റൂട്ടിൽ തന്നെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വൺമാൻ ഷോ ആയിക്കോട്ടെ, കല്യാണരാമനായിക്കോട്ടെ, പുലിവാൽ കല്യാണം ആയിക്കോട്ടെ, അങ്ങനെ ആദ്യത്തെ ഈ 3 സിനിമകളെല്ലാം ഈ 3 സിനിമകളുടെ പേര് മാത്രം മതി ഷാഫി മലയാളിക്ക് ആരായിരുന്നു എന്ന് ഓർത്തിരിക്കാം. ഈ ഹാസ്യം കൈകാര്യം ചെയ്യുക ഒരിക്കലും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരാളെ ചിരിപ്പിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ ചിരിപ്പിക്കാൻ ഒരു സംവിധായകന് കഴിയുന്നു എങ്കിൽ, ഒട്ടും ലാഗ് തോന്നാത്ത വിധത്തിൽ തമാശ കൈകാര്യം ചെയ്യാൻ, മുഴുനീളം കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എങ്കിൽ അതൊരു സംവിധായകൻ്റെ മഹത്വം എന്ന് തന്നെ പറയണം. അങ്ങനെ പറഞ്ഞാൽ ഷാഫി മഹാനായൊരു സംവിധായകൻ തന്നെയായിരുന്നു. ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച് കടന്നുപോയിരിക്കുന്നു. നേരത്തെ ലാലു അലക്സ് പറഞ്ഞതുപോലെ ഈ ഭൂമിയിലെ വാസം മതിയാക്കി അദ്ദേഹം ആ കാലയളവ് പൂർത്തിയാക്കി മടങ്ങുമ്പോൾ അതൊരു വലിയ വിടവ് തന്നെയാണ്. ഒപ്പം നമുക്ക് നൽകി പോകുന്നത് ചിരിക്കാൻ എല്ലാ കാലവും കരുതി വയ്ക്കാവുന്ന കുറേ നല്ല ചിത്രങ്ങളുമാണ്.